ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു വർക്കിംഗ് ഡേ റുട്ടീനാണ് ഷെയർ ചെയ്യണത്. ദുബായിൽ ഹൗസ് ഹണ്ടിൻ്റെ കൂടെ തന്നെ ഞാൻ ജോബ് ഹണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മാസത്തിൻ്റെ സമയം പിടിച്ചു ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. 2-3 ഇൻ്റർവ്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മനസ്സിന് അത്രയ്ക്ക് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. സോ ഇറ്റ് ടുക്ക് എ വൈൽ ടു ഗെറ്റ് ദിസ് ജോബ്. രാവിലത്തെ ആ ഒരു ഉറക്കം തൂങ്ങലിൽ നിന്നിട്ട് കുറച്ച് അലേർട്ട് ആവാൻ വേണ്ടിയിട്ട് ഞാൻ റോസ് വാട്ടർ സ്പ്രേ ചെയ്യും. ആൻഡ് ഇറ്റ് ഇൻസ്റ്റൻ്റ്ലി വേക്സ് മീ അപ്പ്. ഞാൻ എൻ്റെ ഫുൾ ടൈം യൂട്യൂബ് ജേർണിയിൽ നിന്നിട്ട് ജോലിക്ക് കയറാനായിട്ടുള്ളൊരു റീസൺ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇന്ത്യയിലാണ് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഒരു ഫുൾ ടൈം യൂട്യൂബർ തന്നെ ആയിരുന്നേനെ. കാരണം വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു ഫീൽഡാണ് കോണ്ടൻറ് ക്രിയേഷൻ. എന്നുവെച്ചാൽ ഏർണിങ്സിനായാലും sky is the limit. So then why did I join a 9 to 5 job? Honestly, I was feeling very lonely doing this YouTube content creation in UAE. എനിക്ക് അങ്ങനെ നാച്ചുറലി ഫ്രണ്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള കഴിവൊന്നുമില്ല. സോ ഐ വാസ് മിസ്സിങ് ദ റിയൽ ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ ഡെസ്പറേറ്റ്ലി. അപ്പോൾ ഞാൻ ജോലിക്ക് കയറാണെന്ന് വിചാരിച്ചു. ദാറ്റ് വാസ് ദ ഈസിയസ്റ്റ് തിങ് വിച്ച് കെയിം ടു മൈ മൈൻഡ്. ആൻഡ് ഐ വാസ് ലൈക്ക് ഒരു സാറ്റർഡേ സൺഡേ ഓഫുള്ള ജോലിക്ക് കയറുകയാണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബും ചെയ്യാൻ പറ്റും, ജോലിയും ചെയ്യാൻ പറ്റും. ആൻഡ് ഐ തോട്ട് ദാറ്റ് ഈസ് എൻ ഈസി സൊല്യൂഷൻ. ആൻഡ് സോ ഫാർ ഇറ്റ് ഈസ് വർക്കിംഗ് ഔട്ട്. ഞാനില്ലേ രാവിലത്തെ സമയത്ത് ഒരു 15 മിനിറ്റ്സ് ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തും. പിന്നെ ഇങ്ങനെ ബാൽക്കണിയിൽ നിന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ചിട്ട് നിൽക്കും. എൻ്റെ റീസെൻ്റ് ഫേവറേറ്റ് ആക്ടിവിറ്റിയാണ് ഈ ബിൽഡിങ്ങിലെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ ഇങ്ങനെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരെ നോക്കി നിൽക്കുക, ഒബ്സർവ് ചെയ്യാം. ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് കേട്ടോ അവർ. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഡ്രൈ ഡിഷസ് അതിൻ്റെ സ്ഥലത്ത് വയ്ക്കും. പാത്രങ്ങളൊക്കെ അടക്കി വയ്ക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ വന്നൊരു ചിന്തയായിരുന്നു, വാട്ട് റിയലി ഡിഫൈൻസ് മീ? ഈ എൻ്റെ ജോലിയാണോ എന്നെ ഡിഫൈൻ ചെയ്യുന്നത്? എൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മൈ ലൈഫാണോ എന്നെ ഡിഫൈൻ ചെയ്യുന്നത് എന്നൊരു ചിന്ത വന്നു കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് തന്നെ ഓടി വരുന്ന 3 കാര്യങ്ങൾ ദാറ്റ് ഡിഫൈൻസ് യു, 3 വേർഡ്സ് ദാറ്റ് ഡിഫൈൻസ് യു എന്നൊന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞ് കമോൺ. എൻ്റെ മൈൻഡിൽ വരുന്ന 3 വേർഡ്സ്, പെട്ടെന്ന് തന്നെ 3 വേർഡ്സ് എന്നെ ഡിഫൈൻ ചെയ്യുന്നത് വരുന്നത്, ഫസ്റ്റ് ഈസ് വിമൻ, സെക്കൻഡ് റെസിലിയൻറ്റ്, third is cozy. കമൻറ്റിൽ അറിയിക്കുക ദാറ്റ് യു അഗ്രി വിത്ത് ദിസ് ഓർ നോട്ട്. ആൻഡ് നിങ്ങളുടെ മൈൻഡിൽ വന്ന 3 വേർഡ്സും കമൻറ്റിൽ അറിയിക്കുക ദാറ്റ് ഡിഫൈൻസ് യു ആസ് എ പേഴ്സൺ. വളരെയധികം ഇഷ്ടത്തോടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ ഡിവൈനായിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ. ഞാൻ ഈ സെറ്റാഫിലിൻ്റെ ആണ് ബോഡി ലോഷൻ ആൻഡ് ഫേസിലും ഞാൻ അപ്ലൈ ചെയ്യുന്നത് ആസ് എ മോയ്സ്ചറൈസർ. എപ്പോഴും എന്നോട് വിശാൽ ചോദിക്കും, നീ എന്തിനാണ് ഇത്രയും രാവിലെ നേരത്തെ എണീക്കുന്നത്? ആൻഡ് യു ആർ നോട്ട് ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. അത് സത്യമാണ് കേട്ടോ. ഞാൻ രാവിലെ എനിക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ചെയ്യണില്ല, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ധൃതി പിടിച്ചിട്ടൊന്നുമല്ല ചെയ്യണത്. ഇതാണ് എൻ്റെ മേക്കപ്പിൻ്റെ ഐറ്റംസ്. എൻ്റെ ബേസിക്കാണ് മേക്കപ്പ്, പക്ഷേ ഈ 4 കാര്യങ്ങളും എനിക്ക് നല്ല ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ടിങ് വിത്ത് ഐബ്രോസ്. ഇത് റിമ്മലിൻ്റെ ഐബ്രോസ്
പെൻസിലാണ്. നല്ല രസമാണ് കേട്ടോ, ആൻഡ് ഇറ്റ് സ്റ്റേസ് ഫോർ എ വെരി ലോങ് ടൈം. പിന്നെ ഇത് എസെൻസിൻ്റെ ലിക്വിഡ് ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐലൈനറാണ്. ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് വെരി ചീപ്പ്. ഒരു 11 dirhams or 15 dirhams എന്തൊക്കെയോ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഇറ്റ് സ്റ്റേസ് ലോങ് ആൻഡ് ചുമ്മാ വെള്ളത്തിൽ ഒന്ന് കഴുകിയാൽ മതി, അത് ഈസിലി പൊക്കോളും. ഇങ്ങനെ സോപ്പ് ഇട്ടിട്ടൊക്കെ കഴുകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി ഈസി ടു റിമൂവ്. ആൻഡ് പിന്നെ എൻ്റെ ഫേവററ്റ് ലിപ്സ്റ്റിക് ആണ് ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മൂക്കാലിഷ്യസ്. നിങ്ങൾക്ക് ബ്രൗൺ ലിപ്സ്റ്റിക് ഇഷ്ടമാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. തലേ ദിവസം രാത്രിയാണ് നമ്മൾ ലഞ്ച് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നത് പനീരിൻ്റെ ഭുർജിയും പിന്നെ ചപ്പാത്തിയുമാണ്. ചപ്പാത്തി ഞങ്ങൾ മോസ്റ്റ്ലി ഐഡീൻ്റെ റെഡി ടു ഹീറ്റ് ചപ്പാത്തിയാണ് വാങ്ങിക്കാറുള്ളത്. ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി. ആ ഒരു ഉച്ച വരെ നന്നായിട്ട് തന്നെ നിൽക്കും. കുറച്ചൊരു കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്താൽ മതി, അപ്പോൾ നന്നായിട്ട് നിൽക്കും. ഇറ്റ് ഡസൻറ്റ് ബിക്കം സ്റ്റിഫ്. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സ് പാക്ക് ചെയ്യാണ്. ഐ ആം എ സ്നാക്കിംഗ് ക്വീൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ അൾസീൻ്റെ ലഡ്ഡു ഉണ്ടാക്കിയിട്ടുണ്ട്. അൾസി അല്ലെങ്കിൽ ഹലീം സീഡ്സ് പറയും, ഇംഗ്ലീഷിൽ വാട്ടർ ക്രസ് സീഡ്സ് എന്ന് പറയും. ആൻഡ് ഞാൻ വാൾനട്ട്സ് കൊണ്ടുപോകും. ഇങ്ങനത്തെ ലഡ്ഡൂസ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും ടു സ്നാക്ക് ഓൺ. ഐ ഓൾമോസ്റ്റ് ഫൊഗോട്ട്. ഇത് നമ്മുടെ റീസെൻറ്റ് ഫേവറേറ്റ് കാര്യമാണ്. ഇത് ഞാൻ ലുലുവിന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് പറയുന്നതാണ് ഡ്രൈഡ് ജിഞ്ചർ. ഇത് ഇഞ്ചി ഷുഗർ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്കിങ്ങനെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരില്ലേ, ആ സമയത്ത് ഇത് കഴിക്കാൻ നല്ലതാണ്. ഓഫ് കോഴ്സ് ഇതിൽ ഷുഗർ കോട്ടിംഗ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഡസൻറ്റ് ഫീൽ വെരി സ്വീറ്റ്. ആ ഒരു നല്ല ജിഞ്ചറി പഞ്ചി ഫ്ലേവേഴ്സാണ്. സോ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഐ ഡു ഫീൽ എ ലിറ്റിൽ സ്ലീപ്പി. ആ സമയത്ത് ഞാനിത് കഴിക്കും. പിന്നെ വിശാലിന് വേണ്ടിയിട്ട് ആമല ക്യാൻഡീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹണി കോട്ടഡ് ആമല ക്യാൻഡീസാണ്. ഇറ്റ്സ് നോട്ട് റിയലി ഷുഗർ. അപ്പോൾ റീഗൽ പ്ലസ് എന്ന് പറയുന്നൊരു സ്റ്റോറുണ്ട് ഡിസ്കവറി ഗാർഡൻ, അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. സോ നൗ ഇറ്റ് ഈസ് ടൈം ടു സേ ബൈ ടു മൈ ക്യാമറ. ഞാൻ എൻ്റെ ഫോണിൽ നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോണത്. ഐ ഓൾമോസ്റ്റ് ഫൊഗോട്ട്. ഞാൻ എൻ്റെ ഹെയർ സൂപ്പർ കേളിയാണ്. സോ ഞാനിങ്ങനെ അധികം അതിനെ ഒന്നും ചെയ്യാറില്ല. ഐ ജസ്റ്റ് പുട്ട് എ ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ടർ. കാരണം നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു ബണ്ണിലാണ് കെട്ടി വെക്കണത്. സോ എങ്ങനെ ഇറ്റ് ബിക്കംസ് വെരി ട്വിസ്റ്റഡ് ആൻഡ് വെരി അൺറൂലി. സോ ഞാനത് കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് I just spray a little water and just make it proper. Then I get quickly ready. Just a little bit of perfume and my specs. എനിക്കൊരു 2 കണ്ണാടി ഉണ്ട്. And I always like enjoy choosing between which one to wear, matching my clothes. പിന്നെ ഞാൻ എൻ്റെ വിറ്റാമിൻ B12 ആണ് കഴിക്കുന്നത് because I have some deficiencies. ആൻഡ് ഫൈനലി ഞാൻ രാവിലെ തന്നെ വൈകിട്ട് ജിമ്മിന് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്ത് വെക്കും. വാട്ടർ ബോട്ടിൽ ആൻഡ് മൈ ക്ലോത്ത്സ്. ആൻഡ് പിന്നെ നമ്മൾ ഇവിടെ ദുബായിൽ ഷിഫ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 1 month ആയിട്ടുണ്ട്. ആൻഡ് സൂപ്പർ ഇലക്ട്രിസിറ്റി ബിൽ ഹൈ ആണ്, AC-ൻ്റെയും അതിൻ്റെയും ഒക്കെ. സോ നമ്മൾ ഓട്ടോയിൽ ഇട്ടിട്ട് കർട്ടൻസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ ദ റൂം സ്റ്റിൽ റിമെയിൻസ് എ ലിറ്റിൽ കൂളർ. ആൻഡ് ദെൻ ഗെറ്റിംഗ് ഔട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 8-10 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. ഇതാണ് നമ്മുടെ റെൻറ്റ് കാർ. ഇറ്റ്സ് എ വെരി ക്യൂട്ട് കാർ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് പ്രാക്ടീസൊക്കെ ചെയ്യണത് ഈ കാറിലാണ്. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാറ്. മിഡ് സൈസ് SUVs ആർ ലൈക്ക് വെരി കംഫർട്ടബിൾ. പിന്നെ ഇത് എൻ്റെ ഫേവററ്റ് പാർട്ട് ഓഫ് ദ ഡേ ആണ്. എൻ്റെ വീടിൽ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് ഒരു 25 minutes ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഡിസ്കവറി ഗാർഡൻ ഇറ്റ്സ് വെരി പ്രിറ്റി. എനിക്കൊരു ആംസ്റ്റർഡാം വൈബ്സ് ആണ് ഇവിടെ വരുമ്പോൾ കിട്ടണത്. ദിസ് പേസ്റ്റൽ ജിഞ്ചർ കളർ ബിൽഡിങ്സ്. പിന്നെ ഇത് ഷേഖ് സായദ് റോഡാണ്. എനിക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത്
every day I get a small mini heart attack because ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ റാഷ് ആയിട്ട് വണ്ടി ഓടിക്കണത് വിതൗട്ട് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ ഇതാണ് എൻ്റെ ഓഫീസിൽ പോകാനുള്ള വേ. യു ക്യാൻ സീ ഇതൊരു പിക്നിക് സ്പോട്ടിൽ പോണ പോലെയാണ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. രണ്ട് സ്ഥലത്തും ഗ്രീനറി. ആൻഡ് യാ, ഐ മീൻ, ആരാ പറഞ്ഞത് ദുബൈയിൽ ഗ്രീനറി ഇല്ല? ഇറ്റ്സ് സോ ഗ്രീൻ. ബൈ. ആൻഡ് വിശാൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഹി ഡിറക്ട്ലി ഗോസ് ടു റാസൽ ഖോർ. ഞാൻ എൻ്റെ ഓഫീസിൽ ഇത്തിരി നേരത്തെയാണ് കയറണത് ബിക്കോസ് എൻ്റെയും വിശാലിൻ്റെയും ടൈമിംഗ് ഇസ് ഓൾമോസ്റ്റ് സെയിം. സോ ഹീ നീഡ്സ് ടു റീച്ച് ഓൺ ടൈം. സോ ഞാൻ കുറച്ച് നേരത്തെ പോകും ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ട്രാവൽ ബൈ മെട്രോ. ആൻഡ് ദെൻ ഐ ബിഗിൻ മൈ വർക്ക്. എനിക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാൻ ബിക്കോസ് സിൻസ് ഐ എം ന്യൂ, ഐ എം നോട്ട് ഷുവർ വെദർ പീപ്പിൾ ആർ കംഫർട്ടബിൾ ഷോയിങ് ദെയർ ഫേസസ്. സോ ഞാൻ അങ്ങനെ ഒന്നും അവരെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലൊന്നും എടുത്തിട്ടില്ല. സോ ഒരു 11 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ സ്നാക്ക് കഴിക്കും. യു മസ്റ്റ് ഹാവ് സീൻ ദാറ്റ് ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യണത്. പക്ഷേ സിൻസ് ഐ എം ഗോയിങ് ടു വർക്ക് എനിക്ക് കുറച്ച് ആസിഡിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട് ബിക്കോസ് മേ ബി ഡ്യൂ ടു ലോട്ട് ഓഫ് സ്ട്രെസ് ആൻഡ് ചേഞ്ചസ്. അപ്പോൾ ഞാൻ 12 മണിക്ക് ഇൻസ്റ്റെഡ് ഒരു 11 മണിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ആൻഡ് ദെൻ ഒരു 2 മണിക്കാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത്. സോ ഐ എം ജസ്റ്റ് ഹീറ്റിംഗ് അപ്പ് മൈ പനീർ. സോ പ്രീവിയസ്ലി എൻ്റെ ഓഫീസിൽ ഇൻ അബുദാബി കുറേ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു ആൻഡ് അവരുടെ കൂടെയാണ് ഞാൻ ലഞ്ച് കഴിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഇറ്റ്സ് എ വെരി ഡൈവേഴ്സ് പീപ്പിൾ. റഷ്യൻസ് ഉണ്ട്, ഫിലിപ്പീനോസ് ഉണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്, ആൻഡ് ഇവിടെ അറബ്സ് ഉണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്. അപ്പോൾ ദി ഓൾ ആ ഒരു ഫ്രണ്ട്ലിനെസ് പെട്ടെന്ന് തന്നെ വരാനായിട്ട് കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. സോ ഐ എം ഈറ്റിംഗ് മൈ ലഞ്ച് അലോൺ. സോ യാ, ഐ ഹേറ്റ് ഈറ്റിംഗ് ലഞ്ച് അലോൺ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്തെങ്കിലും മൊബൈലിൽ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ടൈം പാസ് ചെയ്തിട്ടാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത്. ലഞ്ച് കഴിഞ്ഞ ഉടനെ ഞാൻ കുറച്ചൊരു ഹോട്ട് വാട്ടർ കുടിക്കും. And then finally it is time to leave. രാത്രി ഒരു 6 o'clock ആകുമ്പോൾ തന്നെ നല്ല തിരക്കാണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ പാർട്ട് വിച്ച് ഐ എൻജോയ്, മെട്രോ റൈഡ്സ്. മെട്രോ ഞാൻ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈയിടെ ഞാൻ പണ്ട് 2015 മെട്രോയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കൊന്നും തിരക്കുണ്ടായിരുന്നില്ല. നൗ പീപ്പിൾ ഹാവ് ഇൻക്രീസ്ഡ്. സോ മെട്രോയിൽ നല്ല തിരക്കുണ്ട്. ഇരിക്കാൻ അത്രയ്ക്ക് സ്ഥലം കിട്ടാറില്ല. സ്റ്റേഷനിൽ നിന്നിട്ട് വീട്ടിലേക്കുള്ള വാക്കിംഗ് ഇറ്റ്സ് ഓൾസോ വെരി പ്രിറ്റി. ഇറ്റ്സ് സോ ഗ്രീൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇറ്റ്സ് സോ ഗ്രീൻ ഹിയർ ഇൻ ദുബൈ. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ഗോഡ് that I still am blessed with nature. Hello. അങ്ങനെ വീടെത്തി. ഒരു 7 o'clock ആകുമ്പോഴത്തേക്കും ഞാൻ ജനറലി വീട്ടിലെത്തും. ആൻഡ് ദെൻ വി ഇമ്മീഡിയറ്റ്ലി ഗോ ടു ജിം. ഇന്ന് നല്ല ലേറ്റായി. അപ്പോൾ വി ഡിസൈഡഡ് വി വിൽ സ്കിപ്പ് ജിം ആൻഡ് ഹാവ് നൈസ് ഡിന്നർ ഇൻസ്റ്റെഡ്. സോ ഞാൻ ഇന്നൊരു തായ് കറി ബേസ്ഡ് നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോണത്. സോ ഐ ആം ടേക്കിംഗ് സം ഫ്രോസൺ ബ്രോക്കോലി ഇങ്ങനെ തായ് നൂഡിൽസിലൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. സോ ഐ ആം യൂസിങ് സം ബ്രോക്കോലി, ചോപ്പ് ചെയ്തിട്ടുള്ള ബ്രോക്കോലിയാണ്. ഈ ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആർ വെരി കൺവീനിയൻറ്റ് ടു യൂസ്. കാരണം നമുക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ആം പുട്ടിങ് സം ബേബി കോൺസ് ആൻഡ് സ്വീറ്റ് കോൺസ് ആൻഡ് കുറച്ച് അതിനെ ഇങ്ങനെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ അതിനെ സ്റ്റിർ ഫ്രൈ ചെയ്യാണ്. ആൻഡ് ദെൻ ഞാൻ ഇതിൽ തായ് ഗ്രീൻ കറീൻ്റെ പേസ്റ്റാണ് ഇടുന്നത്. ആൻഡ് ദെൻ സം നൂഡിൽസ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഇത് റൈസ് നൂഡിൽസ് ആണ് കേട്ടോ. സോ ഇറ്റ് ടേക്സ് സം ടൈം ടു കുക്ക്. സോ ഞാൻ ഓൾറെഡി ഈ റൈസ് നൂഡിൽസിനെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ അതിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്താൽ മതി. ആൻഡ് ദെൻ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ക്രഷ് ചെയ്തിട്ടുള്ള സോൾട്ടി പീനട്ട്സ് ആണ്. പിന്നെ ലെമൺ ജ്യൂസാണ്. ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടത്. നല്ല ടാങ്കി ആൻഡ് നൈസ് ടേസ്റ്റ്. ഇറ്റ്സ് വെരി ടേസ്റ്റി.
സോ ഞാൻ ഇത് ഉണ്ടാക്കിയത്, ഇഫ് യു ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഈ പാഡ് തായ് നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് കിട്ടും ചിങ്സിൻ്റെ. അതിൻ്റെ ഉള്ളിലാണ് ഈ ഗ്രീൻ തായ് കറീൻ്റെ പേസ്റ്റ് ഉള്ളത്, പിന്നെ ഈ റൈസ് നൂഡിൽസും ഉള്ളത്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് നൈസ് ആൻഡ് ഹെൽത്തി ആൻഡ് ഇറ്റ്സ് വെരി ക്വിക്ക് ടു മേക്ക്. സോ അങ്ങനെ നമ്മളുടെ ഡിന്നർ എൻജോയ് ചെയ്തു ആൻഡ് വി ഹാഡ് ആൻ അമേസിങ് വർക്കിംഗ് ഡേ. സോ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഒരു ഡിന്നർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ജസ്റ്റ് സ്റ്റേ അറൗണ്ട് ഫോർ അവർ. ഇമ്മീഡിയറ്റ്ലി ഉറങ്ങാൻ നമ്മൾ നോക്കാറില്ല. വി ജസ്റ്റ് ഡു അവർ ഓൺ തിങ്സ്. ഹി വുഡ് ഹെൽപ്പ് മീ വിത്ത് മൈ ഡിഷസ് ആൻഡ് ഞാൻ കുറച്ച് വാക്യൂം ചെയ്യും, ജസ്റ്റ് ക്ലീനിങ് things like that, and just wind down and we sleep around 11 o'clock, and that's how my day goes. Thank you so much for being with me. See you in another video. Bye bye.